മോഹൻലാലിനെതിരെ വീണ്ടും ഓർഗനൈസർ ഒരു ലേഖനം വന്നിട്ടുണ്ട്. അത് പിൻവലിച്ചു. ആ ലേഖനം പറയുന്നത് എമ്പുരാന് ശേഷം മോഹൻലാലിനെ ജമാഅത്തെ ഇസ്ലാമി ആദരിച്ചു എന്നാണ്. അപ്പോൾ ഈ ലേഖനത്തെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? ഇത് RSSൻ്റെ ഒരു വലിയ അജണ്ടയാണ്. RSSൻ്റെ മൗത്ത് പീസായിട്ടുള്ള ഓർഗനൈസറിൽ ആദ്യത്തെ ലേഖനമല്ല ഇതുപോലെ മോഹൻലാലിനെ കുറിച്ച് വരുന്നത്. ഇപ്പോഴത്തെ മോഹൻലാലിനെ കുറിച്ചുള്ള ലേഖനം പറഞ്ഞിട്ട് ഞാൻ പഴയ ലേഖനങ്ങളിലേക്ക് വരാം. ഇപ്പോൾ വന്നേക്കുന്ന ലേഖനം എന്ന് പറയുന്നത് ആഫ്റ്റർ എമ്പുരാൻ മോഹൻലാൽ ഹോണേഡ് ബൈ ജമാഅത്ത് എന്ന് പറഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊക്കെ വലിയ തോതിൽ ചർച്ചയാക്കുന്ന നമ്മുടെ സംഘി പുത്രന്മാരൊക്കെ മനസ്സിലാക്കേണ്ടത്, യഥാർത്ഥത്തിൽ മോഹൻലാൽ അവിടെ പങ്കെടുത്തത് ഒരു പ്രോപ്പർട്ടി എക്സ്പോയിലാണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ പ്രോപ്പർട്ടി എക്സ്പോയിൽ അദ്ദേഹം പങ്കെടുത്തു. അത് യഥാർത്ഥത്തിൽ മാധ്യമം എന്ന് പറയുന്ന ഗൾഫ് എഡിഷൻ അവരുടെ പത്രം സ്പോൺസർ ചെയ്തിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. അതിൽ മോഹൻലാലും നിരവധി പേർക്ക് പ്രൈസൊക്കെ കൊടുത്തിരുന്നു. അതിൻ്റെ ചീഫ് ഗസ്റ്റ് മോഹൻലാലായിരുന്നു. മാധ്യമം എന്ന് പറയുന്ന ഒരു പത്രം ഇന്ത്യയിൽ നിയമപരമായി നിലനിൽക്കുന്ന ഒരു പത്രമാണ്. അപ്പോൾ അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് അവർ എതിർക്കപ്പെടേണ്ടതാണ് എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ എങ്കിൽ പോലും അവർ ഇന്ത്യയിൽ നിയമപരമായി പ്രവർത്തിക്കുന്ന ഒരാളുകളാണ്. കാരണം മൗദൂദിയൻ ആശയങ്ങളൊക്കെ പേറുന്ന ഒരാളുകളാണ്. ഇന്ത്യയെ എന്തെങ്കിലുമൊക്കെ ഒരു ഇസ്ലാമിക രാജ്യമാക്കാം എന്ന് സ്വപ്നം കാണുന്ന ആളുകളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് അവരോടൊക്കെ ഒരു വിധത്തിലുള്ള കോംപ്രമൈസുകളും എനിക്കില്ല. പക്ഷേ മോഹൻലാലിനെ പോലൊരു കലാകാരൻ ഇതൊന്നും പൂർണ്ണമായി അറിഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും പട്ടും വളയും വാങ്ങി എന്നൊന്നും ഇവർ പറയുന്നതിനും ഒരർത്ഥവുമില്ല. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ കൃത്യമായ അജണ്ടയോടുകൂടി RSSൻ്റെ മുഖപത്രമായിട്ടുള്ള ദ ഓർഗനൈസർ കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരിക്കലും നിങ്ങളിത് ഒരൊറ്റപ്പെട്ട സംഭവമായി കാണരുത്. ഇത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അവരുടെ തന്നെ പത്രത്തിൽ വിഷ്ണു അരവിന്ദ് എന്ന് പറയുന്ന ഒരു പയ്യൻ എഴുതിയിട്ടുള്ള ലേഖനമാണ്. അത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഒരു തീവ്ര ഹിന്ദുത്വ നിലപാടുകൾ ഉറക്കെ വിളിച്ചു പറയാൻ RSS മടിക്കുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ആ തീവ്ര ഹിന്ദുത്വ നിലപാടുകളെല്ലാം തന്നെ കേരളത്തെയും മലയാളി സമൂഹങ്ങളെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ ഒരു ഇൻട്രോഡ്സ് ഉണ്ടാക്കാൻ, വിള്ളൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു ലോങ് ടൈമിലേക്കുള്ള അജണ്ട നിങ്ങൾ ഇതിനകത്ത് കാണാതെ പോകരുത്. ഇതിൽ ഏറ്റവും ആദ്യം വന്നത് എന്താണ്? എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ട് എല്ലാ ദിവസവും തന്നെ നിരന്തരമായി ലേഖനങ്ങൾ എഴുതിക്കുന്നു. ഞാൻ ആ ലേഖനങ്ങളെല്ലാം തന്നെ സശ്രദ്ധം കൃത്യമായി അത് വായിച്ച ഒരാളാണ്. ആ വായിച്ചതിൽ ഒരു ലേഖനം എന്നെ ഞെട്ടിച്ചു. ആ ഒരു ലേഖനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് എങ്ങനെയാണ് ക്രിസ്ത്യൻ മതസമൂഹത്തെയും ക്രിസ്ത്യൻ വിശ്വാസങ്ങളെയും ഒക്കെ തന്നെ ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ അധിക്ഷേപിക്കുന്നത്. കാരണം ഒരു കുരിശൊടിഞ്ഞ് നേരെ താഴേക്ക് വന്ന് വീഴുന്നു. അതിൽ ഇസ്രായേലിലെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ജില്ല തന്നെ അതിൽ തിരഞ്ഞെടുക്കുന്നു. അതിൽ കബൂഗ എന്ന് പറയുന്ന ഒരു ഡ്രഗ് കാർട്ടലിൽ ഒരാൾ കൊല്ലപ്പെടുന്നു. ആ കൊല്ലപ്പെടുമ്പോൾ അവിടെ നേരെ കുരിശൊടിഞ്ഞ് വീണ് അത് എല്ലായി മാറി വന്ന് നിൽക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ നിരവധി കാര്യങ്ങൾ ക്രിസ്ത്യൻ മതസമൂഹത്തെയും അല്ലെങ്കിൽ ക്രിസ്ത്യൻ്റെ വിശ്വാസങ്ങളെയും ഒക്കെ തന്നെ വെല്ലുവിളിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് എഴകീറി പരിശോധിച്ചുകൊണ്ടുള്ള ഒരു ലേഖനമായിരുന്നു. ഇതുപോലെ ഞാൻ പണ്ടൊരു ലേഖനം വായിച്ചിട്ടുള്ളത് ചിന്ത എന്ന് പറയുന്ന ചിന്തിക്കാത്തവർ എഴുതിക്കൊണ്ടിരുന്ന ഒരു മാസികയുണ്ട്. അത് CPMൻ്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായിരുന്നു. അതിലാണ് കണ്ടിട്ടുള്ളത്. കാരണം തൊഴിലാളി, അതായത് ഒരു ലോറി എങ്ങനെയാണ് ഒരു മുതലാളിത്തത്തിൻ്റെ പ്രതീകമായി മാറുന്നത് എന്നുള്ളതാണ് ആ ലേഖനം മുഴുവൻ വിശദീകരിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളാരും ചിന്തിക്കാത്ത വഴികളിലൂടെ ഒരു ഭ്രാന്തനെ പോലെ അലയുന്ന ഒരാൾക്ക് കണ്ടെത്താൻ കഴിയുന്ന നിരീക്ഷണങ്ങളൊക്കെയാണ് അതിനകത്ത് ഉണ്ടായത്. ഏതാണ്ട് അതേപോലെ തന്നെ എമ്പുരാൻ സിനിമയുടെ കാര്യത്തിലും അത്തരത്തിലുള്ള നിരീക്ഷണങ്ങളുണ്ടായി. അപ്പോൾ അത് ഏറ്റവും ആദ്യം മോഹൻലാലിനെയും അതുമല്ലെങ്കിൽ മോഹൻലാലിനെ മാറ്റി നിർത്തിക്കൊണ്ട് ആദ്യം പൃഥ്വിരാജിനെയും പിന്നീട് മോഹൻലാലിനെയും ഒക്കെ തന്നെ ഈ പറയുന്ന എയിം ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ കേരളത്തിൽ വലിയ തോതിലുള്ള ഒരു വിഭാഗീയത ഉണ്ടാക്കാനും അതുവഴി BJPക്ക് സംഘപരിവാറിനുമൊക്കെ കുറച്ചുകൂടി അടിത്തറ ഉണ്ടാക്കാനും അത്തരത്തിൽ വോട്ട് കിട്ടാനുമൊക്കെ സഹായിക്കുന്ന ഒരു അജണ്ടയാക്കി മാത്രം ഇതിനെ കണ്ടാൽ മതി. അതുകൊണ്ട് തന്നെയാണ് അതിങ്ങനെ പതുക്കെ കൂട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ മോഹൻലാലിനെതിരെ ഒരു പ്രോപ്പർട്ടി എക്സ്പോയിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങൾ വന്നിട്ടുള്ളത്. ഇനി ആരോപണത്തിൽ ചോദിക്കുന്ന അടുത്ത കാര്യം എന്താണെന്നറിയാമോ? അടുത്ത കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇപ്പോൾ ഈ പാകിസ്ഥാൻ ഇനിയൊരു അംഗീകാരം തന്നാൽ സാമ്പത്തിക ലാഭമുണ്ടാകുമെന്നറിഞ്ഞാൽ നിങ്ങൾ അതും പോയി ഏറ്റെടുക്കുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ പ്രകോപനപരമായ, നേരത്തെ ആളുകളുടെ മനസ്സിലേക്ക് കുറച്ചുകൂടി വിഭാഗീയത ഉണ്ടാക്കുന്ന പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഇവർ തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ്
ഇത് ഏറ്റെടുക്കാൻ നമ്മുടെ കേരളത്തിലെ വിവിധങ്ങളായിട്ടുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിലുകളെ കൂടി അവർ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. സാർ ഇപ്പോൾ ഇവിടെ പറയുകയുണ്ടായി RSS പോലുള്ള സംഘടനകൾ ഇത് പ്രചരിപ്പിക്കാൻ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഉപയോഗിക്കുന്നു. അതെന്താണെന്ന് വിശദീകരിക്കാമോ? അല്ല, ഇതൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ ഐഡിയോളജികളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ലോകത്തൊക്കെ തന്നെ ചെയ്യുന്നൊരു കാര്യങ്ങളാണ്. ഞാനിപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല. RSSൻ്റെ ഓർഗനൈസറിൽ ഇങ്ങനെ ഒരു ലേഖനം വരുന്നു. ആ ലേഖനം യഥാർത്ഥത്തിൽ പിന്നീട് അവർ തന്നെ പല ലേഖനങ്ങളും ഇതുപോലെ പിൻവലിക്കുന്നു. പക്ഷെ പിൻവലിക്കുന്ന ലേഖനങ്ങളുടെ കണ്ടന്റുകൾ കൃത്യമായി നമ്മുടെ കേരളീയ സമൂഹത്തിൽ ചർച്ചയാകുന്നു. എങ്ങനെ ചർച്ചയാകുന്നു? ഇപ്പം നിരവധി ചാനലുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് മറുനാടൻ ഷാജൻ അടക്കമുള്ള, അതായത് കുറേ കൂടി റീച്ചുള്ള ചാനലുകൾ ഉൾപ്പെടെ, ABC മലയാളം ഉൾപ്പെടെ നിരവധി എന്ന് പറയുന്ന ചാനലുകളെല്ലാം തന്നെ ഇതെടുത്ത് വാർത്തയാക്കുകയും അതിൽ ഇവർ പറഞ്ഞത് ശരിയല്ലേ എന്നുള്ള നിലക്ക് നിരവധി യൂട്യൂബ് ചാനലുകളൊക്കെ തന്നെ വാർത്ത കൊടുക്കുകയും അതേസമയം തന്നെ ഒരു പ്രോ ഇസ്ലാമിക് ഈ പറയുന്ന അത്തരത്തിലുള്ള കുറേ ചാനലുകൾ, അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെയും മൗദൂദികളുടെയും അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ ഈ പറയുന്ന PFI പോലെയുള്ള SDPI പോലുള്ള സംഘടനകളെയൊക്കെ അനുകൂലിക്കുന്ന അങ്ങനെയൊക്കെയുള്ള നിരവധി ചാനലുകൾ ഈ രാജ്യത്തുണ്ട്. അപ്പോൾ ആ ചാനലുകളൊക്കെ തന്നെ കേരളത്തിൽ എന്ത് ചെയ്യുന്നു, വളരെ വിശദമായി ഇതിനെതിരെയും അനുകൂലിച്ചുമൊക്കെയുള്ള ചർച്ചയിലേക്ക് എത്തിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ കേരളത്തിൽ മനുഷ്യരില്ലാതാവുകയും മതപരമായ ഒരു വിഭജനം സാധ്യമാവുകയും അതിൽ തന്നെ വളരെ കൃത്യമായി മുസ്ലിം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഒരു സൈഡിൽ നിർത്തിക്കൊണ്ട് വേണമെങ്കിൽ ഇപ്പുറത്ത് ഈ പറയുന്ന പോലെ ക്രിസ്ത്യൻസിനെയും ഹിന്ദുക്കളെയും ഒക്കെ തന്നെ ഏകീകരിക്കാനുള്ള ഒരു പദ്ധതിയും കുറേ കൂടി ഫലപ്രദമായി ആശയപരമായി നടപ്പിലാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ അറിയേണ്ടത്, ഇപ്പോൾ കഴിഞ്ഞ തവണ തന്നെ BJPക്ക് ഏതാണ്ട് ലോക്സഭയിലേക്ക് 30-38 ലക്ഷത്തോളം വോട്ടുകൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണ 2021 കോൺഗ്രസിനൊക്കെ കിട്ടിയത് പോലും ഏതാണ്ട് 50-52 ലക്ഷത്തോളം വോട്ടുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള വോട്ടുകൾ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന വലിയ വ്യത്യാസം കുറഞ്ഞു വരുന്നു എന്നുള്ളത് നിങ്ങൾ കാണാതിരുന്നുകൂടാ. അപ്പോൾ അത്തരത്തിൽ ആ വ്യത്യാസം കുറേ കൂടി ആക്കം കൂട്ടാൻ ഇതൊക്കെ ഉപകരിക്കുമോ എന്നുള്ള ഒരു പരീക്ഷണം കൂടിയാണ് ഓർഗനൈസർ കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ വിഷ്ണു അരവിന്ദിനോടൊക്കെ പറയാനുള്ളത്, വിഷ്ണു അരവിന്ദ് പറഞ്ഞേക്കണ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഈ ലെഫ്റ്റനന്റ് കേണൽ പദവി ഇങ്ങോട്ട് തിരിച്ചെടുക്കണം എന്നാണ്. വിഷ്ണു അരവിന്ദിൻ്റെ തറവാട്ട് വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ RSSO ഒന്നുമല്ല യഥാർത്ഥത്തിൽ ഈ പറയുന്ന ലെഫ്റ്റനന്റ് കേണൽ പദവി മോഹൻലാലിന് കൊടുത്തത്. അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനിട്ട്. കാരണം എന്താ വെച്ചാൽ ഒരാൾ നാളെ ഡോക്ടറായിട്ടൊരു 50 സിനിമകളിൽ അഭിനയിച്ച് എന്നാൽ പിന്നെ MBBS കൊടുത്തേക്കാം എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. എന്നിട്ട് അയാൾ പോയി ചികിത്സിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ദുരന്തമായിരിക്കും പോലെ. നാളെ ഒരാളൊരു സിനിമയിൽ കറവക്കാരനായിട്ട് ഒഴിച്ചാൽ എന്നാൽ ഇനി അയാളെല്ലാം പശു കറന്നോട്ടെ എന്നൊന്നും വിചാരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ മഹാ അബദ്ധങ്ങളാണ് നമ്മൾ കാണിച്ചു വെച്ചേക്കുന്നത്. ഒരു ഏതാണ്ട് സിനിമകളിലൊക്കെ കുറച്ച് സിനിമകളിൽ മോഹൻലാൽ കേണലായിട്ട് അഭിനയിച്ചു അല്ലെങ്കിൽ മേജറായിട്ട് അഭിനയിച്ചു, പിന്നെ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടിട്ട് നേരെ ലെഫ്റ്റനന്റ് കേണൽ പദവിയൊന്നും കൊടുക്കുന്നത് ശരിയല്ല. അതൊക്കെ ശരിക്കും മോഹൻലാൽ പോലും ഏറ്റെടുക്കുന്നതും ശരിയായിരുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വെറുതെ ഒരു വേഷം കെട്ടാണത് എന്നൊക്കെ ഉള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ എങ്കിൽ പോലും അത് ഇന്ത്യൻ ആർമി കൊടുത്തേക്കുന്നതാണ്, നമ്മുടെ രാജ്യം കൊടുത്തേക്കുന്നതാണ്. അത്തരത്തിൽ ടെറിട്ടോറിയൽ ആർമിക്കുള്ള പ്രൊവിഷൻ നമ്മുടെ രാജ്യത്തുണ്ട്, അതിൻ്റെ ഭാഗമായി കിട്ടിയതാണ്. അത് RSSO സംഘപരിവാറോ അല്ലെങ്കിൽ വിഷ്ണു അരവിന്ദോ ഇരുന്നിട്ട് ഒരു പേരയിൽ കുറച്ച് മഷിയും എഴുതാൻ കുറച്ച് കടലാസും ഉണ്ട് അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാനൊരു ലാപ്ടോപ്പ് ഉണ്ടെന്ന് വെച്ച് നേരെ അങ്ങോട്ട് തകർത്തിട്ട് മറ്റേ ഇതൊക്കെ എഴുതി പ്രചരിപ്പിക്കാനുള്ളൊരു കാര്യമല്ല ഇത്. അതുകൊണ്ട് ഇതൊക്കെ ശുദ്ധ അസംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊന്നും അനുവദിച്ചു കൊടുക്കുക വയ്യ. പക്ഷേ നിങ്ങൾ അറിയണം, ഞാനടക്കം ഈ വീഡിയോ എടുക്കുമ്പോൾ അവർ വിജയിക്കുകയാണ്. കാരണം മതപരമായിട്ടുള്ള വിഭജനങ്ങൾ സാധ്യമാകുന്ന ലെവലിലേക്ക് വന്നിരിക്കുന്നു. ഇനി അതിൻ്റെ മറ്റൊരു സൈഡ് കൂടിയുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയാണ് അപ്പുറത്തെ സൈഡ് നിൽക്കുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടി എളുപ്പം ആയി. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ മോഹൻലാലിനെ പോലെയുള്ള പല താരങ്ങളും ഒക്കെ ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ലാത്ത ആളുകളാണ്. പക്ഷേ അവരോടൊക്കെ പറയാനുള്ളത്, ഇത്തരത്തിൽ പരിപാടികളിൽ പങ്കെടുക്കുമ്പോഴൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. കാരണം നിങ്ങളുടെ പേരുകളിൽ പലതും ഇത്തരത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടേക്കാം. പിന്നെ എമ്പുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ എടുക്കുമ്പോൾ ആ സിനിമ പറയുന്ന രാഷ്ട്രീയം എന്താണെന്ന് കൃത്യമായി മനസ്സിലാകാത്ത ആളുകളെ സംബന്ധിച്ചോളം ഇത്തരത്തിൽ ഞങ്ങളുടെ വിശ്വാസങ്ങൾ ഹനിക്കപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. ഒരു കാര്യവും കൂടി പറയാം, ഭീതിതമായിട്ടുള്ളൊരു സാഹചര്യം കേരളത്തിലുണ്ട്. അത് യഥാർത്ഥത്തിലുള്ള മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മയോ വിശപ്പോ ഭക്ഷ്യധാന്യങ്ങൾക്ക് വില കൂടുന്നതോ സാമൂഹ്യക്ഷേമപേക്ഷ കിട്ടാത്തതോ ഒക്കെ ചർച്ചയാകാതിരിക്കുകയും മതവും മതപരമായ കാര്യങ്ങളും ഉത്സവങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങളും മാത്രം ചർച്ചയാവുകയും ചെയ്യുന്ന ഒരു കേരളത്തിലാണ് ജീവിച്ചിരിക്കുന്നത് എന്നുള്ളത് അങ്ങേയറ്റം ഖേദകരമായ ഒരു കാര്യമാണ്. റീച്ച് കിട്ടാനും ഇതൊക്കെ സഹായിക്കുമെന്നുള്ളത് കൊണ്ട് അറിഞ്ഞോ അറിയാതെയൊക്കെ നിരവധി ചാനലുകളുമൊക്കെ
ഇത്തരം വിഷയങ്ങളെടുത്ത് പൊക്കി പിടിച്ചുകൊണ്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അതിലൂടെ എല്ലാം വമിപ്പിക്കുന്നത് അറിഞ്ഞോ അറിയാതെയോ നേരത്തെ പറഞ്ഞ പോലെ ആളുകളുടെ മനസ്സിലെ വിഭജനമാണ് എന്നുള്ളത് മറക്കരുത്.